കല്യാണ വീട്ടിൽ ഇതൊരു നിർബന്ധ കാര്യം. നന്നായിട്ട് കൂടി കളയല്ല, അതിനകത്ത് ശരിക്ക് ഉണ്ടാവണം. എക്സസ് ആയിട്ടുള്ള പൗഡർ നമ്മൾ റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ് അമൃത ബാലുശ്ശേരി കേട്ടോ. ഞങ്ങൾ അട്ടപ്പാതിരിക്ക് വരണമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഞങ്ങൾ വന്നില്ല. കാര്യം ഞങ്ങൾ വന്ന 4:30 മണിക്കാണ്. 3:30 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിനെ ചെപ്പം നായ പിടിച്ചോണ്ടു. അത് പിടിച്ച് ഇന്ന് തന്നെ അവള് വരുമ്പോഴേക്കും ഭയങ്കര നായന്റെ കൊരയൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അവളെ നായ കടിച്ചോന്ന്. എങ്ങനെയൊക്കെയാണ് അമൃതന്റെ റിക്വയർമെന്റ്സ് പറഞ്ഞു? ഹെയർ വന്നിട്ട് കുഞ്ചലത്തില് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മേക്കപ്പ് വേണം, പക്ഷേ അതെ നോ മേക്കപ്പ് ലുക്ക് അല്ല, പക്ഷെ എനിക്ക് മേക്കപ്പ് വേണം. അടിപൊളിയായിട്ട് ചെയ്തു എന്തായാലും കുഴപ്പമില്ല. ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഐസും എല്ലാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നോക്കാം. ഇവിടെ അധികമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടല്ലോ അപ്പറിലിപ്പം അധികം ആൾക്കാർക്ക് ഈ ഒരു ഏരിയ സ്വെറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ, ഈ അപ്പർ ലിപ്പിൻ്റെ ഏരിയ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ലെസ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് വളരെ ലെസ് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ പൗഡർ ഇട്ടിട്ട് ബേക്ക് ചെയ്യുക, പൗഡർ ബേക്കിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു മേക്കപ്പ് റിമൂവ് ആയി പോകാണ്ടിരിക്കും. രാമരജ സെയിം പ്രൊഫഷനാ രണ്ടുപേരും? അമൃത എന്താ ചെയ്യുന്നത്? ഞാൻ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ്, ഹാർട്ട് സർജറി. എന്താ സംഭവം? ബൈപ്പാസ് ഹാർട്ട് സർജറിയാണ്. അതിൽ വർക്ക് ചെയ്യുക. ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യും? അല്ല, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വർക്കാണ്. നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുമ്പം ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. ഹാർട്ടും ലങ്സിൻ്റെയും ഫങ്ഷൻ നമ്മളാണ് ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അല്ല, ഡോക്ടർക്ക് മേലെ വെറുതെ ഡോക്ടർമാരാന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കണ്ട, അതവരല്ല. അല്ല, അത് ഞങ്ങളാണ്. ഞങ്ങൾ മാത്രമാണ്. അതെ, ഇങ്ങനെ സംഭവം ഉണ്ടല്ലേ. നമുക്കിതൊക്കെ തന്നെ അറിയുള്ളൂ. ഇതൊരു കലയല്ലേ. അതെന്താ അതിന്റെ കോഴ്സിന്റെ പേരെന്താ? പെർഫ്യൂഷൻ ടെക്നോളജി. എല്ലാരും വിചാരിക്കും പെർഫ്യൂമിന്റെ എന്തെങ്കിലും സംഭവമാണ്. ഒരുപാട് പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ മുന്നേ എനിക്ക് പ്രത്യേകിച്ച് വലിയ എയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ എനിക്ക് കുറച്ച് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ പോകണം എന്നായിരുന്നു. പിന്നെ അച്ഛൻ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, ഹാർട്ട് നേരെ കാണണം. നമ്മളെ ഹാർട്ട് ഫസ്റ്റ് കാണുമ്പോഴുള്ളൊരു ഇതില്ല. അപ്പൊ പേടിയാണ്. എനിക്ക് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലഡ് കണ്ടപ്പോ തലകറങ്ങും. അങ്ങനത്തെ റിസ്ക് ഒന്നുള്ള പരിപാടിക്കൊന്നും പോവലില്ല. ചെയ്താലും ഇത് പൊതുവെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് വിസിബിളായിട്ട് വരലുണ്ടോ? സാധാരണ വരലാണ്. ഞാനത് അതിൻ്റെ ഇത് കവർ ചെയ്യുന്ന പ്രൈമറും കൂടെ ഇട്ടതാ. പക്ഷെ എന്നിട്ടും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് രണ്ട് സൈഡിലും കയറി വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചായ ഉണ്ടാക്കിയിരുന്നു. ഇവൾ ഉപ്പിട്ട വെള്ളം തന്നെനിക്ക്. ഞാൻ അതിനകത്ത് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി. അതോടെ എനിക്ക് ചായ ഉണ്ടാക്കാനുള്ള ആഗ്രഹം നിന്നുപോയി. അപ്പം ഇന്ന് പിന്നെ ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കാൻ പോയില്ല. നമ്മളിങ്ങനെ ഒരു ഓഫ്ലൈൻ വരുമ്പോഴേ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നാവ് ഇതേപോലെ വെച്ചിട്ട് മാക്സിമം ആ ഒരു ലൈനിലുള്ള പ്രോഡക്റ്റ് റിമൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്തായാലും ലൈന് അങ്ങനെയുള്ളവർക്ക് ചെറുതായിട്ട് ലൈന് വരും. എന്നാലും ഇങ്ങനെ നമ്മൾ ആ മാക്സിമം ആ പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി അത്രയും കുറച്ചെടുക്കാൻ പറ്റും. കാരണം അവിടെ പ്രോഡക്റ്റ് ആ ഒരു ലൈനിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആ ലൈന് കൂടുതൽ വിസിബിളായി. നമ്മൾ സ്കിന്നൊന്ന് സ്ട്രെച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാവ് ഇതേപോലെ വെക്കുന്നത്.
പക്ഷെ ഇവിടെ നാവ് വെച്ചിട്ടും ലൈനായിട്ട് നാവ് വന്നതും ലൈൻ അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗം വലിയ കുഴപ്പമില്ല, മൂപ്പര് പിന്നെ നാവൊക്കെ വെച്ചപ്പോ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇവിടെ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുള്ളൂ. ഇവിടെ ആരാ പാടുന്ന ആൾക്കാരുള്ള? അല്ല, ഇയാൾക്ക് ഇവിടെ നിന്ന് കിട്ടി പാട്ട്? ഓ, എൻ്റെ ഒരു വല്യമ്മണ്ട് ആശാലത. ഇത് പാട്ടുകാരി ആശാലതയാണ്. ഇപ്പൊ പുള്ളിക്കാരി ഇപ്പം FM-ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ചേച്ചിയാ? അല്ല, അച്ഛൻ്റെ ഒരു പെൺകുട്ടി. പിന്നെ അശ്വതി അശോകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മോസൻ കാറ്റിൽ ഗ്രീനിലൂടെയൊക്കെ വർക്ക് ചെയ്തത്. ആളെ നന്നായിട്ട് പാടും. പിന്നെ അമ്മേൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പാടുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും കിട്ടിയിട്ടില്ല. ഭാഗ്യം. എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയാനുള്ള ഒക്കെ ഭാഗ്യയില് പോയി കൊണ്ടുവരണം. ഇഷ്ടല്ല ലെൻസ്, ഇഷ്ടല്ല. ഏച്ചിക്ക് ഇഷ്ടല്ല എന്നാണോ? ഇയാൾക്ക് ഇഷ്ടമില്ല. എന്താ ലെൻസ് ഇഷ്ടമല്ലാത്ത? എനിക്ക് ഇങ്ങോട്ട് ചേരുന്ന പോലെ തോന്നിയില്ല. പണ്ടൊക്കെ വെക്കുമായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെക്കുമായിരുന്നു. പൂതി തോന്നി വെച്ചു അന്നത്തെ പൂതി അവിടെ തീർന്നു. ഇയാളുടെ ഇപ്പം ക്രീസില് ഇവിടെ കണ്ടില്ല, അണ്ടർലൈനിലും നിറയെ ലൈൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മേലേക്ക് തന്നെ നോക്കുക, ഞാൻ പറയാതെ താഴേക്ക് നോക്കുക ചെയ്യുന്നത്. അതിനെ ശരിക്കും നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് കുറച്ചുകൂടി മേലേക്ക് നോക്കിക്കോ. ഫേസ് കണ്ണ് മാത്രം ശരിക്കും അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഈ ലൈൻസ് നമ്മൾ ഈവനാക്കി എടുക്കണം. എടുത്തതിന് ശേഷം പൗഡർ ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് അത് ശരിക്കും നന്നായിട്ട് കൊട്ടിക്കളയണം. നന്നായിട്ട് കൊട്ടിക്കളഞ്ഞതിന് ശേഷം, നന്നായിട്ട് കൊട്ടിക്കളയല്ല, ഇതിനകത്ത് ശരിക്കും ഉണ്ടാവണം. എക്സസ് ആയിട്ടുള്ള പൗഡർ നമ്മൾ റിമൂവ് ചെയ്യാം. അതിനുശേഷം അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പൗഡർ വെച്ച് കൊടുക്കുക, അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത് അതേപോലെ തന്നെ പഫും പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് പഫ് വെച്ചിട്ടും വീണ്ടും സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പറയുക പൗഡർ സെറ്റിംഗ് എന്നാണ് പറയാം. നമ്മൾ പൗഡർ ഒന്നായിട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അതിന് ബേക്കിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പൗഡർ സെറ്റിംഗ് എന്നാണ് പറയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു ക്രീസ് ലൈന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. രാവിലെ 2-3 പരിപാടി ഉണ്ടാവും. എല്ലാം കല്യാണ വീട്ടിലും ഇനി ഓർത്തോണ്ട്, കല്യാണ വീട്ടിൽ ഇതൊരു നിർബന്ധ കാര്യമാണ്. കല്യാണ വീട്ടിൽ നമ്മൾ എപ്പോൾ ബ്രൈഡൽ ചെയ്യാൻ വന്നാലും കറണ്ടില്ലൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് അടിപൊളിയാവണം. ലിപ്പ് ഇഞ്ചക്ഷൻ കുറച്ചൊന്ന് നന്നായിട്ട് ഇതിന്റെ പേര് ലിപ്പ് ഇഞ്ചക്ഷൻ എന്നാണ്, ഇഞ്ചക്ഷൻ അല്ല സംഭവം. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഭാഗം ഇതായതുകൊണ്ട് ഞാൻ 2 ഭാഗത്തും അപ്ലൈ ചെയ്യാത്തത്. മേലെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, താഴെ ഓൾറെഡി. എന്താ തോന്നുന്നു? ആദ്യം കുറച്ച് നെർവസ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വീട്ടിലുള്ളത്. ഇഷ്ടായ? ഇതാണോ വിചാരിച്ച ഡ്രീം ലുക്ക്? അതെ, ഞങ്ങൾക്ക് ഭയങ്കര കണ്ടീഷൻസ് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഇത് വേണം, ഇങ്ങനെ തന്നെ കെട്ടണം, മൂക്കുത്തി ഇങ്ങനെ വെക്കണം, നടുവിലൊരു മൂക്കുത്തിന്റെ, പക്ഷെ ഞങ്ങൾക്ക് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി. പക്ഷെ നല്ല അടിപൊളി ഓർണമെന്റ്സ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ ഓർണമെന്റ്സ് ആണ്. അതാരാ സെലക്ട് ചെയ്ത്? അമ്മയ്ക്കാണോ? അവിടെ തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഓർണമെന്റ്സ്, നല്ല രസമായിട്ടുണ്ട്. ഓർണമെന്റ്സും അതെ, സാരിയും അതെ. സാരി അച്ഛന്റെ സെലക്ഷനാണ്. കാരണം നമ്മുടെ ടിപ്പിക്കൽ ബ്രൈഡിനെ കാണുന്നതെന്ന് നല്ല വ്യത്യാസം. മറ്റേത് എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഈ റെഡോ ഇതും കണ്ടു മടുത്തതല്ലേ, അതിൽ നിന്നൊരു ഭയങ്കര ഡിഫറെന്റ് ലുക്കായി. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. ഇത് ഇനി എത്ര ഒരു കൊല്ലത്തേക്ക് ഊരാൻ പാടില്ല. എന്നാ വേഗം പ്രസവിച്ച് ഒരു കൊല്ലം കൂടെ പ്രസവിച്ച് എന്റെ കയ്യിൽ നിന്ന് ഊരാൻ പറ്റും. അതെനിക്ക് എളുപ്പമുള്ള പരിപാടി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.